ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ശ്ലീഹാകാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലാണ് നമ്മൾ. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയെ ഓർക്കുന്ന ദിവസമാണ്. അമ്മയുടെ സന്ദർശന തിരുനാളാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി. അവർ അഫീദിമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയമടിച്ചു. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: യാക്കോബിൻ്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചെറുകൾ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങളെനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ. മോശ ചെന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു. ജനം ഏകസ്വരത്തിൽ പറഞ്ഞു: കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ജനത്തിൻ്റെ മറുപടി കർത്താവിനെ മോശ അറിയിച്ചു. ഈ ഇസ്രായേൽ ജനം സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് സീനായ് മലയുടെ അടിവാരത്ത് ക്യാമ്പടിക്കുകയാണ്. അവർ പാളയമടിച്ചു. മോശ മലയിലേക്ക് കയറി ചെല്ലുന്നു, ദൈവമായിട്ട് സംവദിക്കുന്നു. ദൈവം ചില കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ ജനങ്ങൾ എൻ്റെ ജനമാണ്. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങളെനിക്ക് എല്ലാ ജനങ്ങളിലും വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. ഇത് നിങ്ങൾ എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. എന്താണ് ഈ പുരോഹിത രാജ്യവും വിശുദ്ധ ജനവും എന്ന് പറയുമ്പോൾ അർത്ഥം? അത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. ഈ പുരോഹിതൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ നിന്നുകൊണ്ട് ഒരു പാലമായി വർത്തിച്ച് ഈ ജനത്തിൻ്റെ ബലികളും കാഴ്ചകളൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കുക, അവിടെ അർപ്പിക്കുക. അതുപോലെ ഈ ജനത്തിന് അങ്ങനെ പാപമോചനം കിട്ടി അവർ വീണ്ടും ദൈവമായിട്ട് ഒന്നിച്ചു ചേരാനുള്ള ഒരു പാലമായി നിൽക്കുക എന്നുള്ളതാണ് പുരോഹിത ദൗത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഇവരെ പുരോഹിത ജനമാക്കി എന്ന് പറഞ്ഞ അർത്ഥം ഇസ്രായേൽ ജനം മുഴുവൻ ലോകത്തിലുള്ള മറ്റ് ജനതകളെ മുഴുവൻ ദൈവത്തെങ്കിലേക്ക് നയിക്കാനുള്ള ഒരു പാതയായിട്ട് അല്ലെങ്കിൽ ഒരു പാലമായിട്ട് മാറണം. അങ്ങനെ പാലമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ദൈവത്തിൻ്റെ വഴികൾ ഇവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുകയും അതനുസരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് പിന്നീട് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പുരോഹിതൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഇത് പറയും. ഇസ്രായേലിന് ദൈവത്തിൻ്റെ വഴികൾ പഠിപ്പിക്കാൻ, ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ, അവരുടെ കാഴ്ചകൾ കുറവുകൾ നികത്താൻ, അവരെ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കാൻ, ഇങ്ങനെയൊക്കെ അവിടെ പറയും. അതിനർത്ഥം ഈ ഇസ്രായേൽ ജനം മുഴുവൻ ഇങ്ങനെ ഒരു പുരോഹിത ജനമായിട്ട് പുരോഹിത പ്രവൃത്തി ചെയ്യണമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് അവരെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തത്. ഒരു പുരോഹിത, വീണ്ടും പറയുക എന്താണ്? നിങ്ങളൊരു വിശുദ്ധ ജനവുമായിരിക്കും. ഈ വിശുദ്ധ എന്ന് പറയുമ്പോൾ അതിന് ഈ ഹീബ്രു ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലൊക്കെ ഇന്ന് നമ്മൾ കൊടുക്കുന്ന അർത്ഥമല്ല അതിനുള്ളത്. അതിൻ്റെ മൂലാർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക കാര്യത്തിന്, ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം നീക്കി വയ്ക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. അങ്ങനെ വരുമ്പോൾ ഈ വിശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത് കൂദാശ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം കുറച്ച് വ്യത്യസ്തമാണ്. നമ്മൾ പള്ളിയിലെ കാസായും ബിലാസായും ഒക്കെ അത് വെള്ളം കുടിക്കാനും ഒന്നും ഉപയോഗിക്കില്ല. പ്രത്യേകത അത് വിശുദ്ധ കുർബാനയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അത് അതിനു വേണ്ടി ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നതാണ്. സക്രാരി എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിനകത്ത് വേറെ നമ്മളൊരു അലമാരിക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല. പള്ളി എന്ന് പറയുന്നത് നമ്മൾ കൂദാശ ചെയ്ത് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. അവിടെ നമ്മൾ മറ്റു കാര്യങ്ങൾക്കത് ഉപയോഗിക്കില്ല. അപ്പോൾ ഇങ്ങനെ ദൈവത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്ന ഒരു ജനതയായിട്ട് മാറ്റി നിർത്തിയെന്നാണ് ഈ പറയുന്ന വിശുദ്ധീകരിക്കുന്ന വിശുദ്ധ ജനതയാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം. എന്തിനു വേണ്ടിയിട്ട്? ഇതുപോലെ പാലമായിട്ട് വർത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പ്രതികരണങ്ങളിലും ഒന്നും ഈ ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾ, അതായത് ദൈവത്തിന് നിരക്കാത്ത മാനദണ്ഡങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനമായിട്ട് നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ വഴിയിലൂടെ നിങ്ങൾ നടക്കുമെന്നുണ്ടെങ്കിൽ, എൻ്റെ വാക്ക് കേൾക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കും എന്നാണ് ഈ മോശയിലൂടെ ദൈവം പറയുന്നത്. അപ്പോൾ ജനം എന്ത് പറഞ്ഞു? ഏകസ്വരത്തിൽ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ജനത്തിൻ്റെ മറുപടി
മോശ കർത്താവിനെ അറിയിച്ചു. ഞങ്ങളെല്ലാം ചെയ്തുകൊള്ളാമെന്ന്. പക്ഷേ ചെയ്തില്ല എന്ന് നമുക്കറിയാം. അവർ പോയ വഴിയിൽ മുഴുവൻ കർത്താവിനെതിരെ പിറുപിറുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്ത് പറ്റി? ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട 20 വയസ്സിന് മുകളിലുള്ള ഒരാളും മോശയും കാലേബും യോശുവയും ഒഴികെ മറ്റാരും കാനാൻ ദേശം പ്രവേശിച്ചില്ല. അതുകൊണ്ട് ഈ വാക്കുകൾ ദൈവം ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവരതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. കാരണം നമ്മൾ ഈ ഭൂമിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് ആകർഷണീയമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ അതിലെല്ലാം പോകും. ഇത് നമുക്കും അന്ന് അവർക്ക് ഇസ്രായേൽക്കാർക്കൊക്കെ പറ്റുന്ന അപകടമാണ്. അങ്ങനെ അപകടം പറ്റിയാൽ എന്ത് പറ്റും? ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നതല്ല, ദൈവത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ നടന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വഴിതെറ്റി പോകുമല്ലോ. അതല്ലേ എൻ്റെ. എന്നിട്ട് പിന്നെ അപകടത്തിൽ ചെന്ന് ചാടുകയില്ല. നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഒരു മല കയറാൻ പോകുന്നു, അല്ലെങ്കിൽ കാട്ടിലൂടെ നടക്കുന്നു. അപ്പോൾ ഈ കാട്ടിലൂടെ ഒരു വഴി കാണും, അതിന് ആരമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അല്പം ഒന്ന് മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഇതൊന്നും നോക്കിക്കളയാം എന്നോർത്ത് മാറിയാൽ പെട്ടെന്ന് നമുക്ക് തെറ്റിപ്പോകും. പ്രത്യേകിച്ച് ഈ കോടമഞ്ഞുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കാട്ടിൽ നമുക്ക് വഴി തെറ്റും. പെട്ടെന്ന് ഒരു ദിശ കിട്ടുകയില്ല. അവിടെ ചിലപ്പോൾ മൊബൈലിൻ്റെ റേഞ്ചും ഉണ്ടാവണമെന്നില്ല. ഈ കോടയങ്ങൾ നിറഞ്ഞു കഴിയുമ്പോൾ ഇത് എവിടെ വടക്കേതാ കിഴക്കേതാ ഒന്നും നമുക്ക് തിരിയല, വഴി ഏതാ ഇതൊന്നും നമുക്ക് തിരിയല. ഇതുപോലെ തന്നെ മരുഭൂമിയിലും അങ്ങനെയാണ്. മരുഭൂമിയിൽ നമ്മൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കുറച്ച് ചെല്ലുമ്പോഴായിരിക്കും മണൽക്കാറ്റ് വരുന്നത്. പെട്ടെന്ന് വഴിയെല്ലാം മൂടിപ്പോവും. നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് റോഡുണ്ടായത് ചിലപ്പോൾ മല പോലെ മണലായിരിക്കും കിടക്കുക. വഴി തെറ്റുപോകും നമുക്ക് പെട്ടെന്ന്. അപ്പോഴൊക്കെ അവിടെ എന്താണ് വേണ്ടത്? നമ്മളെ നയിക്കുന്ന ചില ഘടകങ്ങളുണ്ടാവണം. അതുകൊണ്ട് ഈ ജനം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൂടെ നടന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇങ്ങനെ ദൈവം പറഞ്ഞു, അങ്ങനെ നടന്നാൽ മാത്രമേ നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കുകയുള്ളൂ. ഈ പന്തക്കുസ്ത കാലത്ത് അല്ലെങ്കിൽ സ്ലീഹ കാലത്ത് നമ്മൾ ഓർക്കേണ്ടത് ഈ കാര്യമാണ്. നമ്മൾ നിരന്തരം നമ്മളെ പഠിപ്പിക്കേണ്ടത്, മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടത്. നമ്മളൊരു പുരോഹിത ജനമായിട്ട്, ഒരു പുരോഹിത ദൗത്യം ഏറ്റെടുത്തവരായിട്ട് നമ്മളെ കരുതണം. നമ്മളതുപോലെ ഒരു വിശുദ്ധ ജനമായിട്ട് നമ്മളെ കരുതണം. രണ്ടാമത്തെ വായന 1 തീമോത്തിയോസ് 1:12-19 വരെയുള്ളതാണ്. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് ഞാൻ നന്ദി പറയുന്നതിനാൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. മുമ്പ് ഞാനവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. കർത്താവിൻ്റെ കൃപ ഈശോ മിശിഹായുടെ വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. ഈശോ മിശിഹ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനെന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യമാണ്. കാരണം എന്താണ്? പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ ഈശോ മിശിഹായിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്കവണ്ണം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? തീമോത്തിയോസിനെ ഉപദേശിക്കുകയാണ്. വീണ്ടും പറഞ്ഞു വരുന്നത്, എൻ്റെ മകനായ തീമോത്തിയോസെ, നിന്നെക്കുറിച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രവചനങ്ങൾക്കനുസൃതം വിശ്വാസത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ നന്നായി പോരാടുന്നുള്ള ചുമതല നിന്നെ ഞാൻ ഫലമേൽപ്പിക്കുന്നു. ചില ആളുകൾ മനസ്സാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസം തീർത്തും നശിപ്പിച്ച് കളയുന്നു. അതുപോലെ നീ ആകരുത്. അതുകൊണ്ട് ഈ പൗലോസ് പറയുകയാണ്, കർത്താവ് പാപികൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്നുള്ള പ്രസ്താവം തികച്ചും ശരിയാണ്. കാരണം ഞാനായിരുന്നു ഏറ്റവും വലിയ പാപി. വാസ്തവത്തിൽ ഞാൻ വലിയ ഫരിസേയനും യഹൂദനും അതുപോലെ അറിവുള്ളവനും വിശുദ്ധ ഗ്രന്ഥത്തിലെല്ലാം നല്ല അറിവുള്ളവനും ആഴമായ പഠനം നടത്തിയവനും ആണെങ്കിലും അന്ന് ഞാൻ അതെല്ലാം തെറ്റായ ഇതിലാണ് വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴെനിക്ക് കർത്താവിൻ്റെ കൃപ കിട്ടിയപ്പോഴാണ് ഇതെല്ലാം മനസ്സിലായത്. എന്നിലേക്ക് ആ കർത്താവിൻ്റെ കൃപ കവിഞ്ഞൊഴുകി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഞാൻ അനുഭവസ്ഥനാണ്. ഇത് തന്നെ നമ്മളെല്ലാവരോടും പറയണം. കർത്താവിൻ്റെ ഈ വഴികളിലൂടെ നടക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുക. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് എന്ന് മാറിപ്പോകുന്നുവോ അന്ന് നമുക്ക് വഴിതെറ്റിപ്പോവുകയും നമ്മൾ വീണ്ടും പാപത്തിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യും. അത് നമ്മുടെ നാശത്തിലായിരിക്കും ചെന്ന് എത്തുക. അത് നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ജീവനും മരണവും നന്മയും തിന്മയും എല്ലാം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ നല്ല ഒന്നാന്തരം പുഡിങ്ങും സൈനൈഡും വെച്ചിട്ട് ഏതെങ്കിലും എടുത്തോളാൻ പറഞ്ഞ് എന്തെങ്കിലും ബുദ്ധിയുള്ളവർ, അല്പമെങ്കിലും ബുദ്ധിയുള്ളവർ, ബോധമുള്ളവർ സൈനൈഡ് കഴിക്കുമോ? ഇല്ല. ബുദ്ധിപ്രമമുള്ളവരെ മിക്കവാറും അത് കഴിക്കുകയുള്ളൂ. നമ്മൾ പുഡിങ് ആയിരിക്കും എടുക്കുക. ഇനി അതും വലിയ ഷുഗറിൻ്റെ ഉപദ്രവമുള്ളവരാണ്, അതും കഴിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പൗലോസ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നമ്മൾ ദൈവത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കുക. അതാണ് നമുക്ക് നന്മയിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ഈ പന്തക്കുസ്താ കാലത്ത് ഈ കാര്യമാണ് നമ്മൾ പ്രസംഗിക്കേണ്ട എല്ലാവരോടും. ആത്മാവ് നമ്മളിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മളറിയാതെ അത് പ്രസംഗിക്കും, മറ്റുള്ളവർക്കത് കിട്ടും. സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി, ഇവൻ മറിയത്തിൻ്റെ അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബെഥാനിയായിൽ നിന്നുള്ള
ഉള്ളവനായിരുന്നു. ഈ മറിയമാണ് സുഗന്ധതൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത്. അങ്ങനെ നമുക്ക് അറിയാം, ആ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോഴവിടെ സംഭവിക്കുന്ന എന്താണ്? ശിഷ്യന്മാർ, ഈശോ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഗുരോ, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ? ഈശോ പ്രതിവചിച്ചു, പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു. രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു, കാരണം അവന് പ്രകാശമില്ല. അതുകൊണ്ട് അവൻ തുടർന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും. ഈശോ അവൻ്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ ഈശോ വ്യക്തമായി അവരോട് പറഞ്ഞു, ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനവിടെ ഇല്ലാഞ്ഞതിനാൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ ദീദിമോസ് എന്ന തോമസ് പറഞ്ഞു, മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. പ്രിയമുള്ളവരെ, ഈ പന്തക്കുസ്ത ദിനങ്ങളിൽ പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ എന്താ നമ്മൾ സംഭവിക്കുക? ഈ തോമാസ്ലേ പറഞ്ഞ കാര്യമാണ്, നമുക്കും മരിക്കാനായിട്ട് അവൻ്റെ കൂടെ പോകാം. മറ്റ് ശിഷ്യന്മാർ പറഞ്ഞു, അങ്ങ് പോയാൽ നിന്നെ അവർ തല്ലിക്കൊല്ലും, ഇപ്പോൾ തന്നെ നിന്നെ കാത്തിരിക്കുകയാണ് പിടിക്കാനായിട്ട്, അന്നേരം അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ തോമസ് പറയുന്നത് അങ്ങനെയല്ല, നമുക്ക് മരിക്കാനായിട്ട് അവൻ്റെ കൂടെ പോകാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞവനാണ്, അവന് മടിയൊന്നുമില്ല. പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ അപാരമായിട്ടുള്ളൊരു ധൈര്യമാണ് ഉണ്ടാവുക. നമുക്ക് പിന്നെ കർത്താവിൻ്റെ വഴികൾ ഉപേക്ഷിക്കാൻ കഴിയുകയുമില്ല. നമ്മൾ കർത്താവിൻ്റെ വഴികൾ അവിടത്തോടു കൂടി നടക്കാനായിട്ട് മടി കാണിക്കുന്നുണ്ടെങ്കിൽ, ആ വഴിയിലൂടെ പോകാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം ഈ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ബുദ്ധിയിലൊന്നും അവിടുത്തെ വഴികൾ, അവിടുത്തെ വചനങ്ങൾ കോറിയിട്ടിട്ടില്ല, അവിടെ എൻഗ്രേവ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഈ ലാസറിനെ വീർപ്പിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ വീണ്ടും ജീവിപ്പിക്കാൻ പോകുന്ന അവസ്ഥയിൽ കർത്താവ് പോകുമ്പോൾ കർത്താവിൻ്റെ കൂടെ പോകാനായിട്ട് ധൈര്യം കാണിച്ചൊരു മനുഷ്യനാണ് ഈ പറയുന്ന ശിഷ്യനായ തോമാസ്ലീഹ. ആ തോമാസ്ലീഹയുടെ പിൻഗാമികളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയണം, അവനോടുകൂടി മരിക്കാൻ, അവന് മരിക്കാൻ നമുക്കും പോകാം, അവൻ്റെ കൂടെ മരിക്കാനായിട്ട് പോകാം എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? അവൻ പോകുന്ന കൂട്ടത്തിൽ പോയിട്ട് എന്തെങ്കിലും കാരണവശാൽ കൊല്ലട്ടെ എന്നല്ല പറയുന്നത്. മരിക്കാനായി നമുക്കും പോകാം, ഒരു കുഴപ്പമില്ല. അവനോടുകൂടി മരിക്കുന്നതിലും വലിയ കാര്യം എന്താണുള്ളത്? പൗലോസ്ലീഹ പറയല്ലേ, ഏതാണ് എനിക്കിഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മരിച്ച് അവനോടുകൂടി ആയിരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ഈ ലോകത്ത് ഞാൻ ജപിക്കേണ്ടത് ആവശ്യമാണ്, നിങ്ങളോടിതെല്ലാം പറയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നു. ബുദ്ധിമുട്ടുണ്ടാകും തീർച്ചയായിട്ടും, പക്ഷേ അവൻ്റെ വഴികളിൽ നിന്ന് മാറി നടക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. പ്രിയമുള്ളവരെ, പന്തക്കുസ്ത ദിനം ഈ പരിശുദ്ധാത്മാ നമ്മൾ വന്നു എന്നൊക്കെ പറയുമ്പോൾ, പരിശുദ്ധാത്മാ നമ്മൾ വസിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ധൈര്യപൂർവ്വം കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും അത് മറ്റുള്ളവരോട് ധൈര്യപൂർവ്വം പറയുകയും ചെയ്യുമെന്നുള്ളതാണ്. അതിന് ധൈര്യമില്ലാത്തവർ യഥാർത്ഥത്തിൽ ഈ പന്തക്കുസ്ത ദിനത്തിൽ ഒരിക്കലും ആത്മാവിനെ സ്വീകരിക്കാത്തവരാണ്. ജ്ഞാനസ്നാനത്തിലും സ്ഥൈര്യലേപനത്തിലും ഒക്കെ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അത് വെറും ബാഹ്യമായിട്ടുള്ള ഒരു പ്രതീകമായിട്ട് അവസാനിക്കുന്നേ ഉള്ളൂ എന്നാണ് അർത്ഥം. നമുക്ക് പ്രത്യേകമായിട്ട് ഈ അരൂപയുടെ അഭിഷേകമുണ്ടാവട്ടെ, സാന്നിധ്യമുണ്ടാകട്ടെ. അങ്ങനെ മരിക്കാനായി അവൻ്റെ കൂടെ നമുക്കും പോകാമെന്ന് പറയാൻ ധൈര്യമുണ്ടാവട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.